Anjana here. കുട്ടികളെ ആദ്യമായി സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്? ഈ വിഷയമാണ് ഇന്ന് പെപ് ടോക്ക് ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ ന്യൂറോ സൈക്കോളജിസ്റ്റായ ഡോക്ടർ നീലിമ രഞ്ജിത്താണ് എന്നോടൊപ്പമുള്ളത്. ഡോക്ടർ നീലിമ UC കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. വെൽക്കം ടു പെപ് ടോക്ക്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ നീലിമ. കിൻഡർ ഗാർഡനിലേക്ക് സാധാരണ കുട്ടികളെ അയക്കുന്നത് അമ്മമാർക്ക് പൊതുവെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് അത്രയും നാൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന കുട്ടിയെ പ്ലേ സ്കൂളിലേക്കാണെങ്കിലും ഒക്കെ ആയിരുന്നു. ഞാനിത് പറയാൻ കാരണം, എനിക്ക് പരിചയമുള്ളവർ പോലും പലരും കുട്ടികളെ വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം 3 വയസ്സും 4 വയസ്സ് വരെ സ്കൂളിലേക്ക് അയക്കാതെ കൂടെ തന്നെ നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് അമ്മമാരെങ്ങനെയാണ് സ്വയം പ്രിപ്പയർഡ് ആവുക ഇതിനു വേണ്ടിയിട്ട്? താങ്ക് യു അഞ്ജന ഫോർ ദ ഇൻവിറ്റേഷൻ. ഈ സെപ്പറേഷൻ ആങ്സൈറ്റി നമ്മൾ കുട്ടികളിലുള്ള കാര്യം പറയും, കാരണം അവർക്ക് പേരൻസിൽ നിന്ന് വിട്ടു മാറാനായിട്ട് അത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് പേരൻസിന് വരുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അവരെ വേറൊരു സമൂഹത്തിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് അമ്മമാർക്കും ഉണ്ട്, എനിക്ക് തോന്നുന്നു അച്ഛന്മാർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി വന്നതിൻ്റെ ഒരു ഇഫക്റ്റായിട്ടാണ് എനിക്കത് തോന്നുന്നത്. ഒരാൾ അല്ലെങ്കിൽ 2 ആൾ, അത് ആദ്യത്തെ കുഞ്ഞിനെ വിടുന്ന കാര്യത്തിലാകാം കുറച്ച് കൂടുതലായിട്ട് ഇവർക്ക് ഈ ടെൻഷൻ ഉള്ളത്. അപ്പം നമ്മൾ മാത്രം വളർത്തുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ക്വാളിറ്റീസും വരണം എന്നൊരു നിർബന്ധമില്ല. അവർ ഈ സൊസൈറ്റിയിൽ വലിയ ഇടപെടുന്ന ലൈക്ക് മിക്സ് ചെയ്തും അവർ ഇൻട്രാക്ട് ചെയ്തും കുഞ്ഞുങ്ങൾ സ്വന്തം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് പരിചയപ്പെട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ വരത്തുള്ളൂ. നമ്മൾ സമൂഹത്തിലൊരു വ്യക്തിയായിട്ട് വരണമെങ്കിൽ സമൂഹത്തിൽ കൂടെ ഉള്ളവരുമായിട്ട് നന്നായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഷെയറിങ് പഠിക്കുന്നത്, നമ്മൾ വീട്ടിലുള്ള സിബ്ലിങ് ഒരാളുണ്ടായിട്ട് കാര്യമില്ല, കൂടെ പിറപ്പായിട്ട് ഒരാൾ മാത്രം വരുന്നതിൽ കാര്യമില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് പല കാര്യങ്ങൾ, അതപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇടപഴകാൻ മാത്രമല്ല പഠിക്കുന്നത്, അവിടെ ചെന്ന് പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാം. ചിലപ്പോൾ കൂടെ ഇരിക്കുന്ന കുട്ടിയെടുത്ത് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല, ഒരു ബുള്ളി ആയിരിക്കും അടുത്തിരിക്കുന്നത്, പിച്ചി നോവിക്കാം, അവനത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം. എനിക്കറിയാം, നമ്മൾ ചില കുട്ടികളൊക്കെ സ്കൂളിൽ ആദ്യത്തെ ദിവസം പോയിട്ട് വരുമ്പോൾ കുറേ പെൻസിലും ഒക്കെ ആയിട്ട് വരില്ലേ, അപ്പോൾ അതിനുള്ള വേണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് അമ്മമാരാണ്. അത് നമ്മുടെ വീട്ടിൽ മാത്രം വളർന്നാൽ പോരാ. അപ്പം നമുക്ക് ഈ ഒരു പൊസസീവ്നെസ് മാറ്റിയെടുക്കണം. കുഞ്ഞിനെ നമുക്ക് വിട്ട് അങ്ങനെ വളർത്തിയാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ഭയം ഉണ്ടെങ്കിൽ, മാറി നിൽക്കുമ്പോൾ ഈ കുഞ്ഞ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് എന്നുള്ള ഭയമെങ്കിൽ പേരൻസിൻ്റെ അടുത്ത് തന്നെ വിട്ടിട്ട് നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് മാറ്റി നിർത്തി നോക്കണം, കുഞ്ഞ് എങ്ങനെയാണ് അത് അവരുമായിട്ട് ഇടപഴകുന്നുണ്ടോ. അല്ലാതെ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കരയും, അമ്മമാരടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ഈ അറ്റാച്ച്മെൻ്റ് ഒരു ഫാക്ടറാണ്. ഒന്ന് ആലോചിക്കണം, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ജന്മനാ കുറേ നമുക്ക് സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് അച്ഛൻ്റെ അമ്മയുടെയും മാത്രമാകാം, അല്ലാതെ ഗ്രാൻഡ് പേരൻസിൻ്റെയൊക്കെ സ്വഭാവം വരും. അപ്പോൾ ചില കുട്ടികൾ ബേസിക്കലി അവരുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ക്ലിങ് ചെയ്തിരിക്കും, അമ്മയെ വിട്ടെങ്ങും പോകാൻ ഇഷ്ടമല്ല. ചില കുട്ടികൾ വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും അനുസരിച്ചിരിക്കും നമുക്ക് ഈ അമ്മമാർക്കുള്ള വേവലാതി, അവർക്ക് വിട്ടുകൊടുക്കാനായിട്ട്. ഏത് കാര്യത്തിനും അമ്മയുടെ ദേഹത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അമ്മയെ അടുക്കളയിൽ ജോലി ചെയ്യാൻ പോലും സമ്മതിക്കാത്ത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കും എനിക്ക് തോന്നുന്നു ടെൻഷൻ കൂടുതലായിരിക്കും വിട്ടുകൊടുക്കാനായിട്ട്, കുഞ്ഞിനെ ഒരു സ്കൂളിൽ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ എങ്ങനെ വിടും എന്നൊക്കെ. അപ്പോൾ അമ്മമാർ കുറച്ച് ബോൾഡ് ആകണം. നമുക്ക് കുഞ്ഞുങ്ങളെ നല്ലൊരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ സ്നേഹം കൂടുതൽ മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ തെറ്റ് കാണുമ്പോൾ ശാസിക്കേണ്ടി വരും, ചില ശിക്ഷ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യുന്നത് അവരുടെ ഹെൽത്തി ഗ്രോത്തിന് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കത് 1 by 1 ഒരു ചെറിയ രീതിയിൽ മാറ്റി നിർത്തിയൊക്കെ നോക്കാം. ഇതിനോടൊപ്പം വേറൊന്നും ആ കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. അമ്മ മാറി നിൽക്കുമ്പോൾ ഉള്ള ഈ ടെൻഷനും അല്ലെങ്കിൽ ആ കരച്ചിൽ, ഫ്രസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഇതുവഴി കുഞ്ഞ് ലേൺ ചെയ്യുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ലേണിങ്ങിന് അത് ആവശ്യമാണെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം അമ്മയ്ക്ക് വേണം. കൂട്ടത്തിൽ ചില കാര്യത്തിൽ ചിലപ്പോൾ അച്ഛന്മാർ, പക്ഷേ ഇതിൻ്റെ അകത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നു അമ്മമാരായിരിക്കാം ഈ അയ്യോ കുഞ്ഞ് മാറി നിന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം ഈ പ്രീ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തത് വളരെ ഷോർട്ട് ടൈം ഉള്ളതുണ്ടല്ലോ, രാവിലെ 10 o'clock വിട്ട് ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ ആദ്യം വിടാനായിട്ട് നമ്മളും ശ്രമിക്കുക. കുട്ടിയും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, നമ്മളും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ അത് ഹെൽപ്ഫുള്ളാണ്. ഡയറക്റ്റ്ലി നമ്മൾ കുട്ടികളെ ഇപ്പം KG വിടുന്നതിന് മുമ്പ്
പ്ലേ സ്കൂളിലേക്ക് ഇപ്പം സാധാരണ പ്ലേ സ്കൂളിൽ 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് വിടുന്നത് നല്ലതായിരിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. വിടണം എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പം KGയിലേക്ക് പോകുമ്പോൾ കൂടുതലും പഠനമാണ് വരുന്നത്. കളിയുണ്ട് അവിടെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പ്രീ സ്കൂള് അതിനൊരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം അവിടെ നമുക്ക് പഠനം ഒരു ഫൺ ലവിങ് ആകണമെങ്കിൽ ആ പ്രീ സ്കൂളിലേക്ക് ചെന്ന് കുഞ്ഞുങ്ങളുമായിട്ട് കൂടെ ഉള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടെ ഒരു ആൻറ്റി എന്ന് പറയുന്ന ആൾ കാണുമായിരിക്കാം. അവർ കുറേ സോങ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ സ്കൂളെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറാനായിട്ട് പ്രീ സ്കൂൾ ഹെൽപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി. ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന നമ്മളിപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഗ്രാൻഡ് പേരൻസൊക്കെ ഉള്ളപ്പോൾ അവർ പറയും ഞങ്ങളുണ്ടല്ലോ കുഞ്ഞിനെ നോക്കാനായിട്ട്, പിന്നെ എന്തിനാ ഒരു പ്രീ സ്കൂളിലേക്ക് വിടുന്നത്, സ്കൂൾ ടൈം ആകുമ്പോൾ അവരെ ചേർത്താൽ പോരെ എന്നുള്ളത്. പക്ഷേ അപ്പോൾ സഡൻലി മാറി പഠനം മാത്രമാകുമ്പോൾ സ്കൂള് ചിലപ്പം ഇഷ്ടപ്പെടായിക വരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുട്ടിയുടെ ഒരു എങ്ങനെയാണ് സ്വഭാവം എന്നനുസരിച്ച് വളരെയധികം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ മോൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ പേരൻസും ഉണ്ട്, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്ററുടെ മോളും ഒക്കെ ഉണ്ട്. അപ്പോൾ സിസ്റ്ററുടെ മോൾ ഡെയിലി സ്കൂളിൽ പോകുന്ന കണ്ടിട്ട് എൻ്റെ മോന് സ്കൂളിൽ പോകണം എന്നുള്ള ആഗ്രഹം ഭയങ്കര, അങ്ങനെ പ്രീ സ്കൂളിൽ കൊണ്ട് വിട്ടത്. നോക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, എൻജോയ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ യൂണിഫോം ഇട്ട് പോകാൻ ഭയങ്കര ഇഷ്ടം. ചിലയിടത്ത് യൂണിഫോം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത് വേണം. കാരണം അവിടെ പോയി കുറേ പഠിക്കുമ്പോഴും സ്കൂളിലും ഇതൊക്കെ തന്നെ ആയിരിക്കുന്നു പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ട്രാൻസിഷൻ കുറേ കൂടെ നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം നല്ലൊരു സ്ഥലം, നല്ല പാട്ട് പഠിക്കാൻ. എല്ലാ പേരൻസും അത് കണ്ടറിഞ്ഞിട്ടേ വിടത്തുള്ളൂ. പാട്ടുകളിൽ കൂടെയും കളികളിൽ കൂടെയും ഒരുമിച്ച് കുഞ്ഞുങ്ങളെല്ലാം കൂടെ കളിക്കുന്നു. കുറച്ച് അവർ അപ്പോൾ ഒരു ചെറിയ ചിട്ട കാര്യങ്ങൾ അപ്പോഴേ പഠിച്ചു വരും. ആ സമയത്തേക്ക് നമ്മൾ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ രാവിലത്തെ റുട്ടീനൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. തീർച്ചയായും. ഞാൻ ഇവിടെ ഡൽഹിയിലാണെങ്കിൽ പോലും ഞങ്ങളൊരു 2.5 വയസ്സായപ്പോഴാണ് എൻ്റെ മകനെ ഞാൻ പ്ലേ സ്കൂളിലേക്ക് വിടുന്നത്. ആക്ച്വലി അപ്പോഴേക്കും അവനേക്കാളും ചെറിയ കുട്ടികളാണ് അവിടെയുള്ള. ആ കൂട്ടത്തിൽ ഇവനായിരുന്നു മുതിർന്ന കുട്ടി. അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ വിട്ടത് കൊണ്ട് ഗുണം എന്താന്ന് വെച്ചാൽ ലേറ്റർ അവൻ LKGയിലേക്കൊക്കെ ആയപ്പോഴേക്കും ഹി ലവ്ഡ് സ്കൂൾസ്. കളിയും കൂട്ടുകാരും ഒക്കെയായി പിന്നെ സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമാണ്. തീർച്ചയായും അതൊരു എക്സാക്ട്ലി ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. ഇതുപോലെ ഇപ്പോൾ മാം പറഞ്ഞതുപോലെ ഒരു റുട്ടീൻ ഉണ്ടാക്കുക കുട്ടികൾക്ക്. ഇപ്പം വീട്ടിൽ തന്നെ ആയിരിക്കുമ്പം ചെറിയ കുട്ടികളാകുമ്പം ഉറങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോ ഒക്കെ അവരുടെ ഒരു സമയം എടുത്താണ്. പക്ഷെ സ്കൂളിലേക്ക് പോയി തുടങ്ങുമ്പം അവർക്കൊരു പതിവ്, ഒരു റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. റുട്ടീൻ, നമുക്കൊരു ഐഡിയൽ റുട്ടീൻ എന്നും പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നും പറഞ്ഞ് എല്ലാ കുട്ടിക്കും ഒരു യൂണിഫോം പാറ്റേൺ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില കുട്ടികളുണ്ട് രാത്രി ഉണർന്നിരിക്കാൻ താല്പര്യമുള്ളവർ, ചിലരങ്ങനെയല്ല, വളരെ നേരത്തെ ഉറങ്ങുന്ന. അപ്പോൾ അതൊക്കെ നമുക്ക് ജന്മനാ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയും ചെയ്യാം. ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ നമ്മുടെ തുടങ്ങിയ കാലം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 9:30 അല്ലെങ്കിൽ 10 o'clock എത്തിയാൽ മതിയായിരുന്നു സ്കൂളിൽ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പോൾ നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും സ്കൂൾ ബസ്സിലൊക്കെ വിടുന്ന കുട്ടികൾ 7:30 ഒക്കെ ആകുമ്പോൾ സ്കൂൾ ബസ് എത്തുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ 24 hours കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ടൈം മാനേജ്മെൻറ്റ് കുഞ്ഞുങ്ങൾക്കല്ല, പേരൻസിനാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം മിക്കപ്പോഴും ഞാൻ ഈ പ്രീ സ്കൂളിൽ പേരൻസിൻ്റെ അടുത്ത് ഓറിയൻറ്റേഷന് പോകുമ്പോൾ അവർ പറയുന്ന പരാതി, രാത്രി അടുക്കളയിലെ ജോലി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവും, അതൊന്ന് തീർത്തിട്ട് കുഞ്ഞ് ഞാൻ ചെന്നാലേ ഉറങ്ങത്തുള്ളൂ. ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ കുഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതിലും നല്ലത് കുഞ്ഞ് ഉറങ്ങുന്ന ടൈമിൽ നമ്മളൊന്ന് കൂടെ പോയി 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങും. അത് കഴിയുമ്പോൾ തിരിച്ചു വന്ന് അമ്മയ്ക്ക് ജോലി തീർക്കാവുന്നേ ഉള്ളൂ. 7:30 പോകേണ്ട ഒരു കുട്ടി രാവിലെ എണീറ്റ് നമ്മുടെ പോലെ ഇത്ര 1.5 മണിക്കൂറേ ഉള്ളൂ, അതിനുള്ളിൽ ഇപ്പോൾ 6 മണിക്ക് വിളിച്ചുണർത്തുന്നതാണെങ്കിൽ 1.5 മണിക്കൂറേ ഉള്ളൂ, അതിനുള്ളിൽ ഡെയിലി റുട്ടീൻ ചെയ്ത് തീർക്കണം എന്നുള്ള കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാകുന്നത് തന്നെ ഇല്ല. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് കുറച്ചും കൂടി നേരത്തെ എണീപ്പിക്കുക. അല്ലെങ്കിൽ എണീപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ഈ പറയുന്ന പോലെ പേരൻസ് മിക്കപ്പോഴും ചെയ്യുന്ന ഈ 1.5 hours ടൈമൊന്നും കൊടുക്കില്ല. 7:30 ബസ്സെങ്കിൽ ഒരു 6:45 ആകുമ്പോൾ വിളിച്ചുണർത്തുന്നു, എങ്ങനെയൊക്കെയോ പല്ല് തേപ്പിക്കുന്നു, ഒരു ബഹളമാണ്, ഭക്ഷണം കഴിപ്പിക്കാൻ ഇവർക്ക് വിശപ്പ് പോലും ആയിട്ടില്ല. അപ്പോൾ അതിനിടെ ഭക്ഷണം കഴിപ്പിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ പറ്റും. കാരണം ഇച്ചിരി നേരത്തെ എണീപ്പിച്ചിട്ട് അടുക്കളയിൽ ജോലിയുടെ ഇടയിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചൂടോടെ കുട്ടിക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പല്ല് തേക്കാൻ അത് കഴിഞ്ഞിട്ടായാലും പറ്റും. ഇനി നമുക്ക് റുട്ടീൻ ആദ്യം പല്ല് തേക്കേണ്ടതാണെങ്കിൽ ശരി, കൂടെ നിന്ന് സമയം എടുത്ത് പല്ല് തേപ്പിക്കും. നമുക്ക് സമയം വേണ്ട കുഞ്ഞിൻ്റെ കൂടെ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ട്വിൻസാണ് മക്കളുണ്ടായിരുന്നത്.
കുഞ്ഞുങ്ങളെ എണീപ്പിച്ച് റെഡിയാക്കേണ്ട സമയത്തിനുള്ളിൽ കിച്ചണിലെ ജോലി മുഴുവൻ തീർത്തിട്ടാണ് വന്ന് ചെയ്യുന്നത്. കാരണം അവരുടെ കൂടെ നിന്നാലേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കിന്നും ഓർമ്മയുള്ളത് കൊച്ചിലെ അച്ഛൻ പല്ല് തേപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെ സൺറൈസ് കാണിച്ചു തന്നുണ്ട്. കണ്ടോ സൂര്യൻ ഉദിച്ചു വരുന്ന കണ്ടോ ചുവപ്പ് കളർ. അപ്പം നമ്മൾ അത് ആസ്വദിച്ച് നിൽക്കുന്നതിനിടെ ആദ്യം അച്ഛൻ തന്നെയാണ് പല്ല് തേച്ചിരുന്നത്. നമ്മൾ അറിയത്തില്ല, കുഞ്ഞുങ്ങൾക്ക് തനിയെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും സമയം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ പേരൻസ് അവരുടെ ടൈം മാനേജ് ചെയ്യണം. പല്ല് തേച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്കിപ്പോൾ ചൂടോടെ എന്തെങ്കിലും പാലൊക്കെ കൊടുക്കുമ്പോൾ മടിയുള്ള പിള്ളേരാണെങ്കിൽ അമ്മയുടെ ചായ ഒരിത്തിരി ഒഴിച്ചു തരാം, അടുക്കളയിൽ കൊണ്ടിരുത്തിയോ അത് കാണുമ്പോൾ അവർക്കും സന്തോഷം, അമ്മയുടെ ചായ എനിക്ക് കിട്ടിയത്. അവർ ചൂട് കുടിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴേ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചടുപടേന്ന് ചെയ്തിട്ട് കാര്യമില്ല. ബാത്റൂം തുറന്നു വെച്ചിട്ട് അവരെ പോട്ടിയിലിരുത്തിയിട്ട് അവരവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കട്ടെ. കാരണം നമ്മുടെ പോലെ എല്ലാം ഫാസ്റ്റായി ചെയ്യണമെന്ന് ഞാൻ പോയി കഴിയുമ്പോൾ അവർ നമ്മളെ വിളിച്ചു പറയും ചെല്ലുക. ഈ റുട്ടീനിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യം ടോയ്ലറ്റിൽ കൊണ്ടുപോയിരിക്കണം. കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നതിന് മുമ്പേ കുളിപ്പിക്കണം. രാവിലെ നമ്മളിത് പറയാം, ഇതൊരു ശീലമാണ്. കാരണം ഈ ഉറങ്ങി എണീറ്റിട്ട് ഫ്രഷ് ആകണമെങ്കിൽ നമുക്ക് കുളിക്കുക എന്നുള്ളൊരു ശീലം വരുത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് തല കുളിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരി, നമുക്കത് അവോയ്ഡ് ചെയ്യും. പക്ഷേ മേലെങ്കിലും കഴുകിയിരിക്കണം. ഈ രണ്ട് കാര്യവും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് എന്തെങ്കിലും ഭക്ഷണം. ഇത്രയും നേരത്തെ എണീക്കുമ്പോൾ ക്വയറ്റ് നാച്ചുറലി പല്ലും തേച്ച് ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വിശക്കും. ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് വിശപ്പില്ല. പിന്നെ അതിന് വേണ്ടി വീട്ടിൽ രാവിലെ, അപ്പം മിക്ക വീടുകളിലും ഈ പ്രീ സ്കൂളേഴ്സിനെ നോക്കിയാൽ രാവിലെ ശരിക്കും പറഞ്ഞാൽ യുദ്ധപ്രതീതിയാണ് ഇവരെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ റുട്ടീൻ ആരാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? പേരൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. അതിന് ഐദർ അമ്മ തന്നെ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അവിടെയാണ് അച്ഛൻ്റെ റോള് വരുന്നത്. അമ്മയ്ക്ക് കിച്ചണിൽ ജോലി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബാത്റൂമിൽ കൊണ്ടുപോയിരുത്തി കഥ പറഞ്ഞും അവർ ടോയ്ലറ്റിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യുന്ന ജോലി അച്ഛൻ ഏറ്റെടുക്കണം. അവിടെ രണ്ടുപേരും ആ റോള് എടുത്താൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളി ഒരു റുട്ടീൻ എസ്റ്റാബ്ലിഷ്. കുറച്ചായി കഴിയുമ്പോൾ ഈ കുട്ടികൾ ഇത് തനിയെ ചെയ്തു തുടങ്ങും. പക്ഷേ തുടക്കത്തിൽ ഡെഫിനറ്റ്ലി പേരൻസ് കൂടെ നിൽക്കണം. ഇപ്പോൾ കുളിപ്പിക്കാൻ തന്നെ നമ്മൾ ചെന്ന് നിന്നാൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് ബബിള് വന്നു, ബബിളിൻ്റെ കഥയൊക്കെ നോക്കി അതിനെ ഇങ്ങനെ വീർപ്പിച്ചു പൊട്ടിച്ചു. അത് ചെയ്യണ്ടേ? നമ്മൾ വലുതായി കഴിഞ്ഞാൽ ഈ ബബിൾ എൻജോയ് ചെയ്യത്തില്ല. അപ്പോൾ ആ പ്രായത്തിലേ അവരത് എൻജോയ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയം ഇല്ലാണ്ടാക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എന്താണ്, ഗിവ് ദം സം ടൈം. എൻജോയ് ചെയ്ത് കുളിക്കുമ്പോൾ കുളിയും രസകരമാവും. ഇതങ്ങനല്ല, പേരൻസ് ധൃതിക്ക് എല്ലാം ചെയ്തിട്ട് കുട്ടികൾ ആക്ച്വലി ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ബിക്കോസ് ഇതൊക്കെ പ്രാക്ടിക്കൽ ആക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. കാരണം ന്യൂക്ലിയർ ഫാമിലിയാണ്, അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ ആകെ ഒരു ഹറിബറിയാണ്. അപ്പം എൻ്റെ ഒരു സംശയം ഇതാണ്, ഇത് നമ്മൾ കുട്ടിയെ പ്ലേ സ്കൂളിലേക്ക് അയക്കുക എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത മാസം തൊട്ട് പോയി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസം മുമ്പേ ഈ ഒരു റുട്ടീൻ അങ്ങ് തുടങ്ങുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതല്ല ഞാൻ പറയുന്നത്, പ്ലേ സ്കൂളിനെ എയിം ചെയ്തിട്ടല്ല. ഇപ്പം ചെറിയ പ്രായത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അമ്മമാർ എണീക്കുമ്പോൾ കുഞ്ഞുങ്ങളും എണീക്കും. നമുക്ക് അവർ ശരിക്കും ഉറങ്ങാൻ, നമ്മുടെ ജോലി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും സമയം ഉറങ്ങിയിരുന്നെങ്കിൽ നല്ലതാണ്. ചിലപ്പോൾ ഉണ്ട് അച്ഛൻ്റെ കൂടെ കിടന്നൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറങ്ങിക്കൊള്ളും. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അടുക്കളയിലെ ജോലി തീരുമ്പോൾ ഇവർ ഉണർന്ന ഇവരുടെ കൂടെ ഇവർക്ക് പിന്നെ കുറേ നീഡ്സ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഈ നേരത്തെ വിടണമെങ്കിൽ, ഇപ്പോൾ പ്രീ സ്കൂളൊന്നും 7:30 തുടങ്ങും എനിക്കറിയില്ല. നമുക്കിപ്പോൾ 9 o'clock നമുക്ക് ഇവർക്ക് ഓഫീസിൽ പോകുന്ന വഴിക്ക് കൊണ്ടുവിടാൻ പറ്റുന്നതാണെങ്കിൽ ബെസ്റ്റ് തിങ് ഇസ് നമുക്ക് ഇവരെ എൻഗേജ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ കിച്ചൺ വർക്ക് കുറച്ച് തീർന്നിരിക്കണം. അപ്പോൾ അത് നമുക്ക് രാവിലെ എന്ന് പറയുന്ന സമയം, നമുക്കിപ്പോൾ 9 o'clock നമ്മൾ ഓഫീസിലേക്ക്, അല്ല 8 o'clock ഓഫീസിലേക്ക് ഇറങ്ങുന്നു. നമ്മളൊരു 7 എണീറ്റിട്ട് ഒരു കാര്യമില്ല കുഞ്ഞിനെ എണീപ്പിച്ചിട്ട്. കുഞ്ഞിനെ ഒരു 6:30, വിച്ച് മീൻസ് 6:30 തൊട്ട് ഒരു 8 വരെ കുഞ്ഞിനെ എൻഗേജ് ചെയ്യണമെങ്കിൽ, അതിനു മുമ്പേ നമ്മുടെ ജോലി തീരണമെങ്കിൽ നമ്മളാണ് ടൈം മാനേജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. തലേ ദിവസം കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ, പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ അത് വർക്കൗട്ട് തന്നെ ചെയ്യണം. നാളെ രാവിലത്തേക്കുള്ള നമ്മൾ എന്താണെന്നുള്ള നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ജോലി ഡിവൈഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ അച്ഛൻ ഉണർത്തുന്ന, ചിലപ്പോൾ അച്ഛന്മാർക്ക് നല്ല ഒരു നാക്കുണ്ടായിരിക്കാം ഉണർത്തിയെടുക്കാൻ. ചില വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പറയുന്ന പോലെ ഉണർത്തൽ പ്രോസസ്സ് പോലും തെറ്റിപ്പോകാം. ഈ ടെമ്പറമെൻറ്റ് ഉണരുമ്പോഴേ ചിലപ്പോൾ മൂശാട്ട സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ കാണും, എണീക്കുന്നതേ കരഞ്ഞ് ബഹളം വെച്ച്. പക്ഷെ അത് ചിലർക്ക് സമയമെടുത്ത് ഇക്കിളിയൊക്കെ ഇട്ട് കൊടുത്തു എണീറ്റേ എന്നൊക്കെ പറഞ്ഞ് അത് കൊഞ്ചിച്ചും പിടിച്ചു വെക്കുക, അതൊന്നും പക്ഷേ നമ്മൾ ആ പ്രായത്തിൽ ചെയ്യണം. അല്ലാതെ ഈ കുട്ടിക്ക് വാശിയാന്ന് പറഞ്ഞ് 2 അടിയും കൂടെ കൊടുത്ത് കരഞ്ഞ് പിടിപ്പിച്ച് റെഡിയാക്കുന്നതിൽ ഒരു കാര്യമില്ല. ഇത്തിരി ഒന്ന് കൊഞ്ചിക്കാനൊക്കെ പറ്റുന്ന നാക്കുള്ള ഒരാളുണ്ടെങ്കിൽ അത് വളരെ സക്സസ്ഫുള്ളി നടക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ കണ്ടിട്ടുമുണ്ട് അങ്ങനെ ചെയ്യുന്നവർ. എണീറ്റേ, നല്ല സുന്ദരി കുട്ടിയല്ലേ, മിടുക്ക കുട്ടനല്ലേ, ഇന്ന് പോണ്ടേ, നല്ല ഉടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവരെ അറ്റൻഷൻ ഒന്നിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പവുമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു രീതിയിൽ കൊഞ്ചിച്ചും പിടിച്ചുമൊക്കെ വരുമ്പം ശരിയാകും. പക്ഷെ അതിന് സമയം കിട്ടാത്തപ്പോഴാണ്, നമുക്ക് ആ ഒരു ക്ഷമയില്ലാതെ വരുമ്പോഴാണ് കൂടുതൽ പ്രോബ്ലം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സാക്ട്ലി. ചില കുട്ടികൾ വളരെ ഫസി ഈറ്റേഴ്സ് ആണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കഴിക്കണം എന്നില്ല. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ പാല് മാത്രം കൊടുത്തിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്.
ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പർലി കഴിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ പാക്ക് ചെയ്ത് കൊടുത്തയക്കുന്നു. കുട്ടികൾ നോട്ട് നെസസറി, കുട്ടികൾ സ്കൂളിൽ പോയ ഉടനെ അതെടുത്ത് കഴിക്കണം എന്നില്ല. ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുക? ഈ വിശന്നാൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഈ രാവിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത എന്തുകൊണ്ടാണ്? എണീറ്റ് കഴിഞ്ഞിട്ട് ആ വിശപ്പ് വരുന്നത് തന്നെ ഇല്ല. ചിലർക്ക് ഒരു ഇതുണ്ട്, ഒരു ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ സ്കൂളിലേക്ക്, ആ ഒരു ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ഭക്ഷണം ഇറങ്ങത്തുമില്ല. ചില വീട്ടിൽ അതൊരു സർക്കസാണ്, കുത്തി തീറ്റിപ്പിക്കുക, കരച്ചിലും ബഹളവും നിലവിളിയും, ചിലപ്പോൾ കുഞ്ഞ് പാല് കുടിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി വോമിറ്റ് ചെയ്യുന്നവരെ അങ്ങനത്തെ ഹാബിറ്റുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതിനാണ് നമുക്ക് ഈ വിശപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി നേരത്തെ എണീറ്റ് പല്ലും തേപ്പിച്ച് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെ അവർ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കാം. പിന്നെ ഓരോരുത്തരുടെ പാറ്റേൺ ഉണ്ട്, ചിലർക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ഒരു ഭക്ഷണം ഇനി സ്കൂളിൽ പോയി കഴിച്ചോട്ടെ എന്നും പറഞ്ഞ് കുത്തി നിറച്ച് വിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയായിട്ടില്ല. ഞാൻ സ്കൂൾ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറയുന്ന കംപ്ലയിൻറ്റാണ്, നമുക്ക് വീട്ടിൽ ഒരാളെ നോക്കിയാൽ മതി, അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരാളെ നോക്കിയാൽ മതി, അപ്പോൾ അല്ലെങ്കിൽ 2 കുട്ടികൾ. പക്ഷേ നമ്മൾ ഈ പ്രീ സ്കൂളിലോ അല്ലെങ്കിൽ ലോവർ പ്രൈമറി സ്കൂളിലേക്ക് നമ്മൾ വിടുമ്പം അവിടെ ക്ലാസ്സിൽ 10-30 കുട്ടികൾ, അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവർ 25-ൽ കൂടുതൽ അഡ്മിറ്റ് ചെയ്യില്ല. ബട്ട് ദെൻ അവരെ നോക്കാൻ ഒരു ക്ലാസ് ടീച്ചറും 2 ആയിട്ടുള്ള ചേച്ചിമാരും ഒക്കെയാണ് ഉള്ളത്. അവർക്ക് എല്ലാവരെയും കൂടെ നോക്കുക പോസിബിൾ അല്ല. വീട്ടിൽ നിന്ന് ചെയ്യാത്ത കാര്യം സ്കൂളിലിരുന്ന് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് നമ്മൾ ഭക്ഷണം നിറച്ച് കൊടുത്തു എടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടിക്ക് എത്ര പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഈ ബ്രെഡൊക്കെ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത്, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ, സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ചില സ്കൂൾ ഇൻസിസ്റ്റ് ചെയ്യും. എനിക്കിപ്പോൾ ഇവിടെ മോനെയൊക്കെ വിടുമ്പോൾ അറിയായിരുന്നു, ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് വിടാവും, നിങ്ങൾ നൂഡിൽസ് ഒന്നും കൊടുത്ത് വിടരുതേ എന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞിൻ്റെ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പേരൻസ് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അവർക്ക് വിശന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, അവർക്ക് വിശന്ന് കഴിഞ്ഞാൽ അവർ എത്ര ക്വാണ്ടിറ്റി കഴിക്കും, അതെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടിഫിനിൽ കൊടുത്തു വിടുമ്പോൾ, ടിഫിനൊക്കെ ദോശയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, അഡൾട്ട്സിൻ്റെ ദോശയെക്കാട്ടിൽ 2 കുഞ്ഞു ദോശ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ചുട്ടു എന്നൊക്കെ പറഞ്ഞ് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. അതിനെ ഒരു മുയൽ പോലൊക്കെ ആക്കാൻ അമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. 2 ചുമ്മാ തല വെച്ചാൽ മതി. കണ്ടോ ചെവി വന്നു, ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഉച്ചയ്ക്ക് അത് കഴിക്കാനാകാത്തിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുമായിരുന്നു, സ്കൂൾ ബസ്സിലേക്ക് കയറുമ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ട് ടാറ്റയൊന്നുമല്ല, എന്താ ടിഫിനിൽ എന്നാണ് ചോദ്യം എന്ന്. ടിഫിൻ കഴിക്കാൻ സ്കൂളിൽ പോകുന്ന പോലെ. എന്ന് വെച്ചാൽ അതിലിപ്പോൾ ഫുഡ് ഇഷ്ടമുള്ള കുട്ടികൾ എപ്പോഴും അത് എൻജോയ് ചെയ്യും. നമുക്ക് ഈ താല്പര്യം ഇല്ലാത്തവരെയാണ് എങ്ങനെ മെരുക്കിയെടുക്കാം അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നുള്ളത് ചിന്തിക്കേണ്ടത്. അമ്മമാരെ കുറച്ച് ക്രിയേറ്റീവ് ആയേ പറ്റൂ. യെസ്, ഞങ്ങൾക്കൊക്കെ കുഞ്ഞിലെ അങ്ങനെ ചെയ്തു തരുന്ന ഇപ്പോഴും ഓർമ്മയുള്ള കാര്യമാണ് കുഞ്ഞു ദോശ. എന്തൊരു ഫണ്ടാണ്. വലിയ ദോശ ഇഷ്ടമല്ല, കുഞ്ഞു ദോശയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നില്ല, പക്ഷെ ജസ്റ്റ് ബിക്കോസ് അത് കുഞ്ഞായതുകൊണ്ട് അത് കഴിക്കാൻ ഇഷ്ടം. അതെ, ഈ കുട്ടികൾ, ഞാൻ പ്ലേ സ്കൂളിൽ നിന്ന് വീണ്ടും പറയുന്നതിന്റെ റീസൺ ഇതാണ്. ആദ്യമായിട്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് വിട്ട് അവരുടെ എഡ്യൂക്കേഷൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പ്ലേ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികളെ മറ്റ് കാര്യങ്ങൾ, പോട്ടി ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അല്ലേ, അത് ശീലിപ്പിച്ചിട്ട് വേണം വിടാൻ. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പോട്ടി ട്രെയിനിങ്. കാരണം അത് എനിക്ക് ഈ സ്കൂളിലെ അവിടുത്തെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ചെറുതായിരിക്കുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും വളർന്നു വരുമ്പോൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ എൻ്റെ മോനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈവൻ കുറച്ച് സ്കൂളിലൊന്നും പോകുന്ന കാര്യം ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് കഴുകി കൊടുക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കൈപോലും എത്തൂല്ല അവിടെ അവർക്ക് ഇരുന്നുകൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. എന്നാലും ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കഴുകി ഒക്കെ ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്ന് വെച്ചാൽ അവർക്ക് അത് മടിയില്ലാതെ ചെയ്യാൻ പറ്റണം. സ്കൂളിൽ വിടുന്നതിന് മുമ്പേ തന്നെ കുഞ്ഞ് ഇപ്പോൾ പ്രീ സ്കൂൾ 1.5 വയസ്സ് 2 വയസ്സിലൊക്കെ കൊണ്ട് വിടുന്ന കാര്യം ഞാൻ പറയുന്നില്ല, അമ്മമാർക്ക് ജോലിയുള്ളപ്പോൾ. പക്ഷേ നമ്മൾ ലോവർ പ്രൈമറി കിൻഡർ ഗാർഡനിലേക്ക് വിടുന്ന സമയത്തേക്ക് അവർ ഈ പോട്ടി ട്രെയിൻഡ് ആയിരിക്കണം. ഒന്ന് രാവിലെ ഇത് എന്നും കൃത്യമായ ഒരു സമയത്ത് കുഞ്ഞിനെ ടോയ്ലറ്റിൽ ഇരുത്തി അതങ്ങ് ശീലമാകുക. ആദ്യമൊക്കെ ചിലപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാലേ കുഞ്ഞുങ്ങൾക്ക് വരും. അത് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അല്ല. ഞാനൊക്കെ എൻ്റെ മോനെ ഒരു 4 മാസം തലയുറച്ച് തുടങ്ങിയപ്പോൾ തന്നെ രാവിലെ എണീറ്റ ഉടനെ ആദ്യത്തെ പ്രോസസ്സ് പോട്ടി വെക്കുക. ഞാൻ പിടിച്ചുകൊണ്ടിരിക്കും, തനിയെ ഇരിക്കുന്ന സ്റ്റേജ് പോലും ആയിട്ടില്ല. അപ്പോൾ അമ്മമാരത് വളരെ നേരത്തെ ട്രെയിൻ ചെയ്യുമ്പോൾ രാവിലെ ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോൾ അവർക്ക് പോകണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്ന് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിൽ ചെന്ന്, ഒന്നാമത് നമ്മൾ വീട്ടിലൊക്കെ ഇത്തിരി ലൂസായിട്ടുള്ള ഡ്രസ്സായിരിക്കും, യൂണിഫോമും ബെൽറ്റും ഒക്കെ കൂടെ വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രഷറും ഒക്കെ വന്നിട്ട് പോകണമെന്ന് തോന്നിയാൽ ചില കുട്ടികൾക്ക് പറയാൻ ഹെസിറ്റേഷനുണ്ട്.
നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ചിലർ പിടിച്ചു വെക്കും, പിടിച്ചു വെച്ചിട്ട് അറിയാതെ പോയി പോകുന്ന അവസ്ഥയുണ്ടാകാം. അല്ലെങ്കിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കഴുകി തരാൻ പറയാനുള്ള മടി, ഈ പറയുന്ന ആയമാരും അറിയത്തില്ല. പിന്നെ ചില കുട്ടികൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന, നമ്മളിപ്പോൾ അപ്പിയിടണം എന്നുള്ള അല്ലാതെ പേരൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഫണ്ണി വേർഡ്സ് പഠിപ്പിക്കും. ഇത് ചെന്ന് ആയമാരടുത്ത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണെന്നുള്ളത്. അങ്ങനെ പറ്റിയിട്ടുള്ള ഇൻസിഡൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഡൻലി കുട്ടി അറിയാതെ പോയി പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ പേരൻസ് ഡെഫിനറ്റ്ലി സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ടോയ്ലറ്റ് ട്രെയിനിങ് മാത്രമല്ല തനിയെ കഴുകാനും കൂടെ പഠിപ്പിക്കണം. ചിലർക്കുണ്ട് ഭയങ്കര നാണമാണ് അത് വേറൊരാളുടെ അടുത്ത് പറയാനായിട്ട്. അത് ഉണ്ടായേ പറ്റുള്ളൂ. അതിലേക്കാണ് ഞാൻ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പറായിട്ട് ആശയവിനിമയം നടത്താൻ കുട്ടികൾക്ക് കഴിയണം. അത് നമ്മൾ ഈ ഒരു സമൂഹത്തിലേക്ക്, കൂട്ടുകാരും പുതിയ ടീച്ചേഴ്സും ഒക്കെ ആ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കണം, അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും നമ്മൾ ഐസ് ഇയേഴ്സ് നോസ് ഇങ്ങനത്തെ എല്ലാം നമുക്ക് അവയവങ്ങൾ പറയാനായിട്ട് നമുക്കൊരു ഹെസിറ്റേഷനും ഇല്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രൈവറ്റ് പാർട്സ് കുഞ്ഞുങ്ങളെ നമ്മളത് പറഞ്ഞു പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയെങ്കിലും ആരെങ്കിലും തൊട്ടു എന്ന് വന്ന് പറയാൻ പോലും അത് പറയാനും അറിഞ്ഞുകൂടാ. അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കാട്ടിൽ എന്ത് വേർഡ് ഇടണം എന്നുള്ള അറിയത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കൊളോക്കിയലായിട്ടുള്ള വേർഡ് നമുക്ക് പറയാനൊരു ചമ്മലുണ്ടെന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ചില വേർഡ്സ് ഉണ്ട്. അപ്പിടാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് ചൂച്ചു ഒഴിക്കാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകുന്നത്. നമ്മൾ ടിപ്പിക്കൽ അതിൻ്റെ മലയാളം വേർഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് തന്നെ പോകണം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളത് അത് പറയിപ്പിക്കണം കുഞ്ഞിനെ കൊണ്ട്. ഈവൻ വീട്ടിൽ പോലും നമ്മൾ അങ്ങനെ തന്നെ ടോയ്ലറ്റിൽ പോവാം, നമുക്ക് ഇങ്ങനെ കഴുകുന്നതും എല്ലാം. ഞാൻ കുഞ്ഞിലെ എനിക്ക് ഓർമ്മയുണ്ട്, മോന് നേരത്തെ സംസാരിച്ച് തുടങ്ങി, കാരണം ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട്. അപ്പോൾ ഒരിക്കൽ ചുമ്മാ ഗ്രാൻഡ് മദർ ഇങ്ങനെ ബമ്മിലിങ്ങനെ തട്ടിക്കൊണ്ട് ഇത് എന്താണ് കുഞ്ഞിൻ്റെ ബം എന്നിങ്ങനെ പറഞ്ഞു. അവർ ഞെട്ടിപ്പോയേ. എന്നുവെച്ചാൽ നമ്മൾ കഴുകുമ്പോഴും ബം കഴുകാം, അപ്പോൾ ഈ ഒരു ഓർഗൻ നമ്മൾ ടോയ്ലറ്റിൽ പോയാൽ കഴുകണം എന്ന് കുഞ്ഞ് കേട്ട് തന്നെ പഠിച്ചത് കൊണ്ടാണ് അവൻ എളുപ്പം അത് പറയാൻ പറ്റിയത്. അപ്പോൾ പേരൻസ് അത് യൂസ് ചെയ്യണം. നമ്മൾ പ്രൈവറ്റ് പാർട്ട് ഏതാണെങ്കിലും അതിന് അവർ എന്ത് പേര് പറഞ്ഞിരിക്കുന്നു അത് ഒരുവിധം ജനറലി എല്ലാവർക്കും അറിയുന്നുള്ള രീതിയിൽ ഒരു പേര് പറഞ്ഞ് അത് ഉപയോഗിക്കാനായിട്ട്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു വിടണം. സ്കൂളിൽ പോകുമ്പം മോനിനി ടോയ്ലറ്റിൽ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ടീച്ചറുടെ അടുത്ത് ചെന്ന് പറയണം, ടീച്ചർ എനിക്കിങ്ങനെ പോകണം. നമ്മളത് പറഞ്ഞ് പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങളത് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര അതൊരു നാണക്കേട് വിചാരിക്കൽ. എല്ലാവർക്കും പോകാൻ സ്കൂളിൽ ടോയ്ലറ്റ് ഉണ്ട്, അതവർ വെച്ചിരിക്കുന്നത് അങ്ങനെ പോകാനാ, പക്ഷേ ടീച്ചറുടെ അടുത്ത് ചെന്ന് പറയണം കേട്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് കുഞ്ഞിന് ചെന്ന് ചോദിക്കാൻ ഹെസിറ്റേഷൻ വരാത്ത. അതർവൈസ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലേ കുട്ടികൾക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോൾ. ഇവിടെ ഒരു സ്കൂളിൽ നിന്ന് കംപ്ലയിൻറ്റ് വന്നിട്ടുമുണ്ട്. ഒരു കുഞ്ഞ് അറിയാതെ പോയി അങ്ങ് ടോയ്ലറ്റിൽ എത്തിയപ്പോഴേക്കും പോയിട്ട് ഈ കുട്ടി പാൻറ്റീസ് ഊരി ബാഗിൽ ചുരുട്ടി വെച്ചു. തിരിച്ച് വീട്ടിൽ ചെന്നപ്പം പേരൻ്റ് ഇത് കണ്ടിട്ട് സ്കൂളിലോട്ട് ഭയങ്കര പ്രശ്നമായിട്ട് വന്നു. ആക്ച്വലി ഇവർ അറിയണ പോലും ഇല്ല, സ്കൂളിൽ ആരും അറിയുന്നില്ല ഇങ്ങനൊരു സംഭവമുള്ള. അപ്പോൾ പിടിച്ചു വെക്കണ്ട, നമുക്കത് ടീച്ചറുടെ അടുത്ത് പറഞ്ഞ് പോകാൻ പറ്റും എന്നുള്ളത്. കാരണം ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ചിലപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും കുഞ്ഞുങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് യൂറിനേറ്റ് ചെയ്യുന്ന കാര്യമെങ്കിലും അവർക്ക് ഇടയ്ക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അത് തുറന്ന് പറയാൻ നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ, കുട്ടികളെ നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കും. ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ നമ്മൾ റിവാർഡ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു തരത്തിൽ മോട്ടിവേഷനാണ്. ഇത് ലൈക്ക് എങ്ങനെയാണ്, ലൈക്ക് ഇത് എങ്ങനെ? ഇപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മകൻ ചെറുതായിരുന്നപ്പം എന്ത് ചെയ്താലും നമ്മൾ വെരി ഗുഡ് പറയുമായിരുന്നു. എന്തെങ്കിലും ചെയ്ത് വെരി ഗുഡ്. അപ്പം ഒരിക്കൽ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പം ഇവനെന്തോ ഒരു കാര്യം കാണിച്ചു ആൻഡ് ഹി വാസ് എക്സ്പെക്ടിങ് ദിസ് വെരി ഗുഡ്. അപ്പം ഗസ്റ്റ് അത് പറഞ്ഞില്ല, അവരത് അങ്ങനെ ചിരിച്ചിരുന്നുള്ളൂ. അപ്പം ഉടനെ ഇവൻ പറയണ സേ വെരി ഗുഡ്, എന്നിട്ട് അവർ പറഞ്ഞു വെരി ഗുഡ്. അപ്പം ഇത് നമ്മള് എത്ര വേണം നമ്മൾ ഈ ഒരു പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്? എവിടെയാണ് നമ്മൾ നിർത്തേണ്ടത്? എത്രത്തോളം പ്രോത്സാഹിപ്പിക്കണം? വേണം ഇങ്ങനത്തെ പ്രോത്സാഹനം കുറച്ച്. അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും ഇത് കിട്ടിക്കഴിയുമ്പോഴാണ് കുഞ്ഞിത് എക്സ്പെക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. വെരി ഗുഡ് ആയാലും ചില പേരൻസ് ഈ വെരി ഗുഡിൽ നിർത്തില്ല എന്നുള്ളതാണ് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു തരാം, ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിത്തരാം എന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. ഇപ്പോൾ
അവർക്ക് ബുദ്ധിമുട്ടുള്ള, ഇപ്പോൾ മിക്കപ്പോഴും ഞാൻ ബ്രഷിങ് പറയും. കാരണം ചില കുട്ടികൾക്ക് ഈ പേസ്റ്റ് വായിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഗുഡ് ബോയ് ആണല്ലോ ഇന്ന് കരയാതെ അത് ചെയ്തല്ലോ, അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇവർ നമ്മൾ ഫ്രീക്വൻ്റ് ആക്കരുത്. അത് ഇൻ ബിറ്റ്വീൻ നമ്മളത് ഇന്ന് നല്ല കുട്ടിയായിട്ട് എന്നും ഇങ്ങനെ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് പതുക്കെ നമ്മൾ തന്നെയാണ് നിർത്താനായിട്ട് ശീലിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പെക്റ്റേഷനാണ് എല്ലാത്തിലും ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഐദർ പ്രേസ്, പിന്നെ ഈ ഗിഫ്റ്റിൻ്റെ കാര്യത്തിലാണ് മോനിത്തവണ എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങിത്തരാം അത് വാങ്ങിത്തരാം എന്ന് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക്, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷൻ. അപ്പം റാദർ ദാൻ ഒരു മോട്ടിവേഷൻ, ബ്രൈബിങ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പേരൻസ് കൊടുക്കുമ്പോഴും ഈ പറയുന്ന പോലെ അവർക്ക് ആവശ്യമുള്ള ഈ വീക്കിൽ മുഴുവൻ നല്ല കുട്ടിയായിട്ട് കരയാതെ സ്കൂളിലൊക്കെ പോയി വന്നാൽ നമുക്ക് ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ സാറ്റർഡേ പാർക്കിൽ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ഫൈൻ. കേൾക്കാനായിട്ടൊരു രസമുണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ കുഞ്ഞ് ചെയ്യുന്നത്. പക്ഷേ വളർന്നു വരുന്ന അനുസരിച്ച് നമ്മൾ ഈ പാറ്റേൺ, ഞാൻ പഠിച്ചാൽ എന്ത് തരും, പഠിക്കേണ്ടത് കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. എനിക്കൊരു പേരൻറ്റിൽ നിന്ന് വളരെ ഷോക്കിംഗ് എക്സ്പീരിയൻസ്, മോൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നത് 3rd സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം ഈ കുട്ടിക്ക് കൊടുത്ത ഒരു ഇതാണ്, 80% മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് വാങ്ങിത്തരാം. ഒരു 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ എൻ്റെ മോൻ 20 years ഓഫ് ഏജ് ആയപ്പം അവൻ്റെ 3rd സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇത് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അത് തന്നെ ഞെട്ടിപ്പോയപ്പോൾ അവർ അടുത്ത തവണ പറഞ്ഞത് മാത്സിന് ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇത്തവണ അവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടപ്പെട്ട മൊബൈൽ വാങ്ങിത്തരാം. ഒരു 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് കൊടുക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രൈബിൻ്റെ ഒരു എക്സ്ട്രീമാണ്. നാളെ ഇവരൊരു ഉദ്യോഗത്തിൽ കയറി കഴിഞ്ഞാൽ അവനവൻ്റെ ജോലി ചെയ്യണമെങ്കിലും നമ്മുടെ മുമ്പിൽ, പ്രത്യേകിച്ചൊന്ന് ആലോചിച്ച് നമ്മുടെ അവശ്യ സർവീസ് ഇതിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ദേ നീഡ് ബ്രൈബ്. ഇല്ലാതെ അവർ ചെയ്യില്ല. നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ് അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ അതൊരിക്കലും പാടില്ല. ഏതൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തം? ഇത് റുട്ടീനാണ്. എല്ലാ അച്ഛനും ചെയ്യുന്നുണ്ടല്ലോ, അമ്മയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്നും കുഞ്ഞിൻ്റെ അടുത്ത് ഗുഡ് ബോയ് ഗുഡ് ഗേൾ പറയണോ? കുഞ്ഞ് കരയാതെ അത് ചെയ്തുകൊണ്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞാലും അവർക്കത് മനസ്സിലാകും. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ചില സമയത്തുണ്ട് ചില കുട്ടികൾക്ക് കുറച്ച് അങ്ങനത്തെ ഒരു പുഷ് വേണം. ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ വേർഡ് എഴുതുമ്പോഴും ഗുഡ് ബോയ് പറയാതെ അടുത്ത വേർഡ് വരില്ല. അപ്പോൾ ആദ്യത്തെ 3-4 തവണ നമ്മൾ ആ ഗുഡ് ബോയ് കുറച്ച് കഴിയുമ്പോൾ ഈ അമ്മയുടെ ടോൺ മാറും, ഓ ഗുഡ് ബോയ്. അപ്പോഴേക്കും കുഞ്ഞിന് അമ്മ എന്താ അങ്ങനെ പറഞ്ഞതെന്നായി. അപ്പോൾ ഇവൻച്വലി നമ്മൾ കുറച്ചുകൊണ്ട് വരണം ഇത്. ഇനി എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ആ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട്, ഒരു 3rd സ്റ്റാൻഡേർഡുകാരനൊക്കെ ബോയ് ഓർ ഗേൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് എന്തെങ്കിലും ടോയ്സ് ഒക്കെ ആയിരിക്കാം. അല്ലാതെ നമ്മൾ അഡൾട്ട്സ് യൂസ് ചെയ്യുന്നത്, ദേ ആർ നോട്ട് മിനിയേച്ചർ അഡൾട്ട്സ്. പേരൻസ് ആദ്യം അത് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ മനുഷ്യരെ പോലെ അതിൻ്റെ ചെറിയ രൂപം കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. ഇൻ്റലിജൻസിലോ ബാക്കി കോഗ്നിറ്റീവ് ഫങ്ഷനിലോ ഒന്നും അവർ, നമ്മുടെ ബുദ്ധിപരമായ കഴിവുകൾ അതിലൊന്നും മിനിയേച്ചർ അഡൾട്ട് അല്ല. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന ചില പേരൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വലിയ ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കഷ്ടം തോന്നുന്നത്. അവരുടെ അടുത്ത് കുറച്ച് കൊഞ്ചണം നമ്മൾ, അവരുടെ ലെവൽ ഓഫ് ബേബി ടോക്കും വേണം. അപ്പോൾ പേരൻസ് ആ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ മനസ്സിലാക്കി ആ ലെവലിൽ കൊഞ്ചിച്ചൊക്കെ പറഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റും, ഈ റിവാർഡ് മാറ്റി നിർത്തിയിട്ടുമൊക്കെ. അപ്പോൾ അത് നമ്മൾ ട്രെയിൻഡ് ആക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചെറിയ രൂപം അല്ല എന്നുള്ളത്, കാഴ്ചയിലല്ല, ഗിഫ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലപ്പോഴും പാരന്റ്സ് ഒരുപക്ഷെ അവർക്ക് കിട്ടാതിരുന്ന കാര്യങ്ങള് പല കാരണങ്ങൾ കൊണ്ടും ഒരുപക്ഷെ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല ചെറിയ പ്രായത്തില്. ഒരുപക്ഷെ ആ ഒരു അത് മക്കളിലൂടെ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു എന്നതായിരിക്കാം. ടോയ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കുഞ്ഞിലെ കിട്ടാത്ത നമ്മുടെ ദ ചൈൽഡ് ഇൻ യു അതിനെയാണ് കൂടുതലും പാമ്പർ ചെയ്യുന്നത് പേരൻസ് റാദർ ദാൻ യുവർ ചൈൽഡ്. കാരണം ഈ ടോയ്സ് വാങ്ങിച്ചിട്ട് മിക്ക പേരൻസും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോ കേസിൽ വെക്കുക, കുഞ്ഞിനെ ഏതൊക്കെ എടുത്ത് കളിക്കാം. ഇന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് പറയുമായിരുന്നു, കുഞ്ഞിലെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ടോയ് ഇങ്ങനെ ആൻറ്റി കൊണ്ട് തന്ന് കിടക്കുമ്പോൾ കണ്ണടയ്ക്കുകയും എണീപ്പിക്കുമ്പോൾ കണ്ണ് തുറക്കുകയും ചെയ്യുന്ന ആ ഡോള്. പക്ഷേ ആ ഡോള് വെച്ച് കളിക്കാനായിട്ടുള്ളൊരു സമ്മതം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എനിക്ക് ആ ഡോൾ ഉണ്ടായിരുന്നു, പക്ഷേ പേരൻസ് അത് വെച്ച് കളിക്കാൻ അധികം സമ്മതിക്കില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ എൻ്റെ ബ്രദറും ഒക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പേരിലാണ് സോഫ്റ്റ് ടോയ്സ് വാങ്ങിക്കുന്നത്. ഓരോ തവണയും ഔട്ടിങ്ങിന് പോകുമ്പോൾ ഓരോരോ സോഫ്റ്റ് ടോയ് വാങ്ങിക്കുക. അപ്പം പേരൻസ് മിക്കപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്, നമുക്ക് കൊച്ചിലെ നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതല്ലേ, കുഞ്ഞിന് ഇഷ്ടമുള്ളതാണോ? യൂഷ്വലി ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ ഇഷ്ടങ്ങളാണ്. സോഫ്റ്റ് ടോയ്സ് ആണ് നമുക്ക് ഇഷ്ടമെങ്കിൽ അത് വാങ്ങുന്നു, അല്ല വേറെ ടൈപ്പ് ടോയ്സ് കാർസ് ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങുന്നു. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു, മോൻ എനിക്ക് കുഞ്ഞിലെ ഈ പറയുന്ന നമ്മളൊന്നും ചെറുതായപ്പോൾ അത് കണ്ടിട്ടില്ല, ഈ കുഞ്ഞ് കാറൊക്കെ എനിക്ക് ഇഷ്ടമുള്ള. അപ്പോൾ ഞാൻ കാണുമ്പോൾ മോനെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എന്നാലും എനിക്കൊരാഗ്രഹം അവനൊന്ന് വേണമെന്ന് പറഞ്ഞിട്ട് വേണം എനിക്കതൊന്ന് വാങ്ങാൻ എന്നുള്ളത്. അപ്പോൾ മിക്ക പേരൻസും അങ്ങനെയാണ്.
കുറച്ച് ടോയ്സ് ഒക്കെ വേണം ഡെഫിനറ്റ്ലി കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന്. അത് ഹെൽപ്ഫുള്ളാണ് ശരിക്കും ടോയ്സും ഒക്കെ ആയിട്ടിരിക്കുന്നത്. എന്നും പറഞ്ഞാൽ അതൊരിക്കലും ഒരു എക്സ്പെൻസീവ് ടോയ് ആകുക വേണ്ട. കാരണം കുഞ്ഞിനത് എക്സ്പ്ലോർ ചെയ്യണം, തിരിച്ചും മറിച്ചും എറിഞ്ഞും. പണ്ടത്തെ നമ്മുടെ തടി വെച്ചിട്ടുള്ള ടോയ്സും ഈ സോഫ്റ്റ് ടോയ്സ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം അവർക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത് ത്രൂ ടച്ചാണ്. അത് കൂടുതലും വായിലേക്ക് വെച്ചിട്ടാണ് അവരത് നോക്കുന്നത്. അപ്പോൾ തീരെ ചെറുതായിരിക്കുമ്പോൾ ഇതെല്ലാം ഈ സോഫ്റ്റ് ടോയ്സ് വായി കൊണ്ടുപോകുമ്പോൾ അത്ര രസമല്ല അതിൻ്റെ ഈ രോമമൊക്കെ പറ്റുന്നത്. അവർക്കത് വലിയ താല്പര്യമൊന്നും ഇല്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കാം ആ ഇഷ്ടമുള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിക്കണം, കുഞ്ഞിന് വേണ്ടത് തന്നെയാണോ നമ്മൾ ഈ വാങ്ങുന്നത്. നമ്മൾ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടോയ്സ് വാങ്ങിക്കുന്നതിലും കാര്യമില്ല. താങ്ക് യു സോ മച്ച് ഡോക്ടർ നീലിമ. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നതാണ്, ആലോചിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ പാർട്ട് ഓഫ് ദ ഷോ. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് പെപ് ടോക്ക്.